الحمد لله الذي بنعمته تتم الصالحات والحمد لله على كل حال نحمده سبحانه وتعالى حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. اللهم صل على من أدى الأمانة بكمالها وبلغ الرسالة بتمامها والصلاة سلاما دائمين إلى يوم الدين وعلى آله وصحبه والناس أجمعين. أما بعد، وقال رسولنا كريم صلى الله عليه وسلم: اغد عالما أو متعلما أو مستمعا أو محبا ولا تكن الخامسة فتهلك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസാരം ദീർഘിപ്പിക്കുന്നില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. അൽഹംദുലില്ലാഹ്, ഞാൻ മുമ്പാകെ പറഞ്ഞൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ആലിമാകണം, അല്ലെങ്കിൽ മുത്തഅല്ലിമാകണം, അല്ലെങ്കിൽ ദീൻ വിഷയങ്ങൾ പറയുന്നത് കേൾക്കുന്നവരാകണം, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരാകണം. അഞ്ചാമതൊരാളായി പോകരുത്. അങ്ങനെ ആയാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൽപ്പിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഈ 4 വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത്, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വിഷയമാണ് ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്. എന്താണ് ഈ ഗിഫ്റ്റ്? എന്താണ് ഗിഫ്റ്റ്? ഗിഫ്റ്റാണ്. ഇതിൽ വേറൊന്നും പറയാനില്ല. ഗിഫ്റ്റ് അൽഹംദുലില്ലാഹ് ഗിഫ്റ്റാണ്. 2021 നമ്മുടെ ആദ്യത്തെ സനദ് ദാന പരിപാടി നടന്നു. നവംബർ മാസമാണ് നടന്നത്. അതിൻ്റെ ശേഷം തുടരെ അൽഹംദുലില്ലാഹ് സനദ് വിതരണ പരിപാടി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ 2021 ജനുവരി മാസമാണ് നമ്മളൊരു മഷൂറയുമായി, നമ്മളുടെ ഉലമാക്കൾ മഷൂറയുമായി നമ്മൾ നാസർ സാഹിബിനെ സമീപിക്കുന്നത്. അതേസമയം നമ്മൾ അവരോട് പറഞ്ഞത്, നമുക്ക് ഇവിടെ നല്ല ഒരു ആലിമ കോഴ്സ്, സ്ത്രീകൾക്കുള്ള ഒരു ആലിമ കോഴ്സ് വേണം, അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് അവരോട് നമ്മൾ ഒരു മഷൂറ ചെയ്തു. അൽഹംദുലില്ലാഹ്, ആ മഷൂറയിൽ അന്ന് നാസർ സാഹിബ് ഉണ്ടായിരുന്നു, ഫാദ് സാഹിബ് ഉണ്ടായിരുന്നു. അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തോളൂ, നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ നേരത്തും. നാസർ സാഹിബ് ഒരു എങ്ങനെയാണ്, ഒരു എന്തോസിസാണ്. എന്ത് പറഞ്ഞാലും അവർ വേണ്ടാന്ന് പറയില്ല. ചെയ്തു നോക്കി, നമുക്ക് നോക്കാം, എന്തടക്കം നോക്കാം. ഇഫ്ള് തുടങ്ങുമ്പോൾ ഇതേ വാക്ക് അവർ പറഞ്ഞത്. ഇഫ്ള് ചെയ്യുമ്പോഴും ഇഫ്ളിന്റെ ഹാസ്റ്റൽ തുടങ്ങുമ്പോൾ ഇതേ വാക്കാ പറഞ്ഞത്, നിങ്ങൾ ചെയ്യൂ നോക്കാം. ആലിമ തുടങ്ങുമ്പോൾ സെയിം വാക്കാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങപ്പെട്ടതാണ് ഈ 5 വർഷത്തിന്റെ ആലിമ കോഴ്സ്. അൽഹംദുലില്ലാഹ്, കുട്ടികൾ 2021, 2022 അക്കാഡമിയിൽ ഇവിടെ ആലിമ കോഴ്സ് തുടങ്ങി. ഇന്ന് അൽഹംദുലില്ലാഹ് 2025, 26 ഈ അക്കാഡമി ഇയറിൽ അവര് ഈ കോഴ്സ് പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഈ മക്കളുടെ പേരൻസിനാണ് ഞാൻ ആദ്യം കൂടുതൽ നന്ദി പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അനുഗ്രഹം ചെയ്തു. ആ അനുഗ്രഹത്തെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, ഓരോരോ പേരൻസിനോട് വിളിച്ചു. നമുക്കറിഞ്ഞ പേരൻസിനോട് അവർ അൽഹംദുലില്ലാഹ് ഉസ്താദ് നിങ്ങൾ ചെയ്തോളി,
നമ്മളെ മക്കളെ അയക്കാം. ചെയ്തോളി, നമ്മളെ മക്കളെ അയക്കാം. വേറെ ഒന്നുമില്ല. മൊയ്തീൻ ഉസ്താദാണോ, ഇവിടുത്തെ ഉസ്താദന്മാരാണോ, ഞങ്ങൾ അയക്കാം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ റിസൾട്ടാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഈ ആലിമ കോഴ്സിലുള്ള സ്റ്റുഡൻസിൻ്റെ ലെവൽ എന്തായിരിക്കും? അൽഹംദുലില്ലാ അവര് 4 ഭാഷകളിൽ എല്ലാ കാര്യവും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എഴുതാനും വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം ധാരാളമായിട്ട്. തമിഴ്, അറബി, ഉറുദു, ഇംഗ്ലീഷ്, അൽഹംദുലില്ലാ. അതേപോലെ അക്കാഡമി രീതിയിൽ അവരെ കൊണ്ട് മാക്സിമം അവർ പഠിച്ച എല്ലാ സബ്ജക്റ്റുകളും അവരെ കൊണ്ട് ടീച്ചിങ് ചെയ്യാനും പറ്റും. അവരോട് അറബിയിൽ സംസാരിക്കാം, അവർ നിങ്ങളോട് ഉത്തരം അറബിയിൽ തന്നെ പറയും. എല്ലാ രീതികളും അൽഹംദുലില്ലാ അത്രയും നല്ല ഉഷാറിലാണ് അവരുള്ളത്. ഇതിന് കൂടുതൽ ശുക്ർ ചെയ്യേണ്ട അള്ളാഹുവിനോടും പിന്നെ അവരെ മാതാപിതാക്കളോടാണ്. അതേപോലെ അതിനനുസരിച്ച് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന പ്രത്യേകിച്ച് ഗിഫ്റ്റ് ട്രസ്റ്റ്, അള്ളാഹു ഈ ട്രസ്റ്റിനെ കൊണ്ട് ഇനി വരുന്ന കാലങ്ങളിലും ആഖിറം വരെ, ഖിയാമത്ത് നാൾ വരെ ഇൻഷാ അല്ലാഹ് അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. അടുത്തതായി വീണ്ടും ഈ കോഴ്സ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഒരു കോഴ്സ് കഴിയുമ്പോൾ ഇവിടെ അടുത്തത് തുടങ്ങും. അത് ഈ ഗിഫ്റ്റിന് എന്നുള്ള ഒരു വിഷയമാണെന്ന് തോന്നുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു കോഴ്സ് ഇവിടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂളിൻ്റെ ഒരു പരിധി എത്തിയപ്പോൾ അവിടെ ഇഫ്ള് തുടങ്ങി, ഇഫ്ളിൻ്റെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവിടെ ആലിമ തുടങ്ങി. അൽഹംദുലില്ലാ ഇപ്പോൾ ആലിമാൻ്റെ പരിധി എത്തി. അടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്താൽ ചെയ്യണം എന്ന് എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ആലിം കോഴ്സും തുടങ്ങാൻ വയ്ക്കും ഇൻഷാ അല്ലാഹ്. അവരെ കോഴ്സ് 6 തുടങ്ങി ഇൻഷാ അല്ലാഹ് +2 കഴിഞ്ഞ് ഒരു 3 വർഷം കൂടെ കഴിഞ്ഞാൽ അവർ ആലിമാകും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് 9th സ്റ്റാൻഡേർഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 5 വർഷത്തിൻ്റെ കോഴ്സാണ്. അതേപോലെ പുരുഷന്മാർക്ക് ഇൻഷാ അല്ലാഹ് അവർക്ക് +2 കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 3 വർഷം പോലെ മൊത്തം 7 വർഷം അവർ ആലിമ കോഴ്സാണ്. അതിൻ്റെ മുമ്പായിട്ട് 6th 7th 8th ഇൻഷാ അല്ലാഹ് പ്രിപ്പറേറ്ററി കോഴ്സ് അവർക്കെല്ലാം ദൗറത്തുൽ ഇഅദാദിയ പറഞ്ഞ കോഴ്സ് നടക്കും. അതിലവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, എഴുത്ത്, വായന, അറബി വായന, ഖുർആൻ തജ്വീദ് ക്ലിയർ ആക്കൽ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് അവർക്ക് പ്രത്യേകിച്ച് ശരിയാക്കി കൊടുക്കും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ശേഷം 9th സ്റ്റാൻഡേർഡിൽ അവർക്ക് എന്താക്കും, ആലിം കോഴ്സ് തുടങ്ങും ഇൻഷാ അല്ലാഹ്. ഇവരും ഇൻഷാ അല്ലാഹ് അവർ പുറത്തു വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവരായിരിക്കും എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഇന്ന ഭാഷ എന്നല്ല, ഇന്ന വിഷയം എന്നല്ല, ഇന്ന കാര്യം എന്നല്ല, അവർ ഒരു മെച്യൂറായ ഒരു ആലിമായിരിക്കും. അവരെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം മുഴുവനും ഈ ദീന് എത്തിപ്പിക്കണം എന്ന് ദുആ ചെയ്യണം. പ്രത്യേകിച്ച് അൽഹംദുലില്ലാ ഇതിന് എല്ലാ രീതിയിലും എങ്ങനെ ആലിമ കോഴ്സിന് എല്ലാവരും സപ്പോർട്ട് ചെയ്തോ അതേപോലെ ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മളെ പേരൻസിൽ തന്നെ ആലിം കോഴ്സിനും ഇൻഷാ അല്ലാഹ് സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ വിനീതൻ അഭ്യർത്ഥിക്കുന്നു ഇൻഷാ അല്ലാഹ്. അതേപോലെ ഇൻഷാ അല്ലാഹ് ഇത് ആലിം ഇഫ്ള് ആലിമ കോഴ്സുള്ളവർക്ക് ഒരു ചെറിയ വസിയത്താണ്. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മക്കൾക്ക് ആഫിളാകാനും ആലിമാകാനും എല്ലാം തൗഫീഖ് നൽകി. നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് ഹിദായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ വിതരണം ചെയ്യുന്നത് എന്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, ഹിദായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, ഇത് കോഴ്സ് കംപ്ലീഷൻ്റെ സർട്ടിഫിക്കറ്റാണ്. കാരണം ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹു ആണ്. അള്ളാഹുവിനോട് തന്നെ ചോദിച്ചു മേടിക്കണം. ഒരാൾ ആഫിൾ ആയതുകൊണ്ട് അവർക്ക് ഹിദായത്ത് കിട്ടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഒരാൾ ആലിമ ആയതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഹിദായത്ത് കിട്ടിയെന്ന് പറയാൻ പറ്റൂല. അവർ മെച്ചൂരാകുന്നത് വരെ അവർക്ക് വഴികാട്ടികൾ അവരുടെ പേരൻസ് ആണ്. ഇത് നിർബന്ധമാണ്. അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഓൺലി ഫോർ കോഴ്സ് കംപ്ലീഷൻ. എന്തിനല്ല, ഹിദായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, എൽമിൻ്റെ സർട്ടിഫിക്കറ്റേ കൊടുക്കുന്നുള്ളൂ. ഹിദായത്തിൻ്റെ സർട്ടിഫിക്കറ്റ്
അള്ളാഹിനോട് ചോദിച്ചു മേടിക്കണം. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി അള്ളാഹ് പറഞ്ഞതാണ്. നിങ്ങൾ ഹിദായത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ, അള്ളാഹ് ആർക്ക് വിചാരിക്കുന്നു അവർക്ക് ഹിദായത്തുള്ളൂ. പ്രത്യേകിച്ച് പേരൻസിനോട് പറയാനുള്ളതും മക്കളോട് പറയാനുള്ളതും ആലിമ കോഴ്സ് ഹിഫ്ള് പൂർത്തീകരിച്ചവരോട് പറയാനുള്ളതും മാത്രം, ഹിദായത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കൊണ്ട് മാത്രം നൽകാൻ പറ്റിയ സാധനമാണ്. അത് പ്രത്യേകിച്ച് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം. ഇവിടെ കൊടുക്കുന്നത് ഹിദായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, ഇൽമിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. വേറെ ഒരു ഉപദേശം ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. അടുത്തതായിട്ട് ഇൻഷാ അല്ലാ, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഗിഫ്റ്റിൻ്റെ ഒരു വിഷയം കഴിയുമ്പോൾ അവിടെ വന്ന് തുടങ്ങുമെന്ന് പറഞ്ഞില്ലേ, അതിനനുസരിച്ച് ഗിഫ്റ്റിലെ ഉലമാക്കളും അതേപോലെ ടീച്ചേഴ്സുമാരും അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം ചേർന്ന് ഒരു അൽ മനാരിയ എന്ന ഒരു മാസികല്ല വാർഷികയാണ്, വർഷത്തിൽ ഒരു പ്രാവശ്യം ഇൻഷാ അല്ലാ ഇഷ്യൂ ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒരു ഇൻഷാ അല്ലാ ഇത് പുറത്തിറക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അതിൻ്റെ ഹദിയായിട്ട് 50 തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇപ്പം അതിൻ്റെ പബ്ലിക്കേഷൻ നടക്കും. അതിൻ്റെ ശേഷം ഇൻഷാ അല്ലാ അത് എല്ലാവരും വാങ്ങി ഇവിടെ എന്താ നടക്കുന്നത്, ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിൽ, ഗിഫ്റ്റ് ഇസ്ലാമിക് അക്കാഡമി എന്ന് പറഞ്ഞ സാധനത്തിൽ എന്താ നടക്കുന്നത്, മക്കളെ അവസ്ഥകൾ എന്താ, എല്ലാം അതിലുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ സ്റ്റുഡൻസിന് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാ. അതേപോലെ എല്ലാവരും സഹകരിക്കണമെന്ന് ചോദിക്കുന്നു. അൽഹംദുലില്ലാ. ഇപ്പോൾ മാഗസിൻ റിലീസ് ചെയ്യാനായി ഇൻഷാ അല്ലാ നമ്മളെ ഗിഫ്റ്റ് സ്കൂളിൻ്റെ 2018-17 ആ കാലങ്ങളിൽ പ്രിൻസിപ്പാളായിരുന്ന നമ്മുടെ മൗലാന മുഹമ്മദ് മുസമ്മിൽ ഹസനി മൗലവി മുസമ്മിൽ ഹസനി അവരെ ഇൻഷാ അല്ലാ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ. അബ്ദുറഹീം മൗലാന മൗലവി അബ്ദുറഹീം സിറാജി ഇൻഷാ അല്ലാ ഉസ്താദ് വിതരണം ചെയ്യും. അവർ ഇൻഷാ അല്ലാ അത് വാങ്ങും.
അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് എല്ലാ ശുക്റുകളും. ഇൻഷാ അല്ലാഹ് ജസാക്കല്ലാഹു ഖൈറൻ കസീറ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.